ഒച്ച കേൾക്കുന്നുണ്ട്, കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് പോകട്ടെ. ക്യാമറ മൂവി ഒരുപക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയം പോലീസ് കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു. ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ്. രാഹുൽ പറഞ്ഞോളൂ. കിട്ടി അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും. ഗോവിന്ദചാമി കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദചാമിയെ ഒളിച്ചിരുന്നത്. ഗോവിന്ദചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുന്നു. പ്രേക്ഷകരെ കണ്ടുകൊണ്ടു. ഗോവിന്ദചാമിയെ പിടികൂടി കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇതാ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. തത്സമയം ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ തത്സമയം അത് സംപ്രേഷണം ചെയ്യുകയാണ്. ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ തെളിയിക്കാനുമാകില്ല. അയാളെ ജയിലിന് പുറത്തു നിന്ന് പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ ലോകം മുഴുവൻ കണ്ടിട്ടുണ്ടാകും. പക്ഷേ സൗമ്യയുടെ കൊലപാതകം തെളിയിക്കപ്പെടാതെ പോയ ലോകത്ത് അയാളുടെ ഒരു ജയിൽ ചാട്ടം തെളിയിക്കപ്പെടുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അഴികൾ തകർത്ത് വൻമതിലുകൾ ചാടിക്കടന്ന് ഇലക്ട്രിക് ഫെൻസിംഗ് ഭേദിച്ച് എല്ലാ കാവൽക്കാരെയുടെയും കണ്ണുവെട്ടിച്ച് അയാൾക്കത് കഴിഞ്ഞുവെന്ന് നിയമം വിശ്വസിക്കുമോ? കാരാഗൃഹം കണ്ണടച്ചു കൊടുത്തതോ അതിമാനുഷികമായ ഒരു ഇന്ദ്രജാലം എല്ലാ വാതിലുകളും തുറന്നു നൽകി അയാളെ ജയിൽ ചാടിച്ചതോ ആകാം എന്നു നമ്മൾ ഒരുപക്ഷെ കേൾക്കും. ഗോവിന്ദചാമി നിരപരാധിയാകും എന്നും നമ്മൾ കാണും. ഈ ദിവസത്തെ ഏറ്റവും സുപ്രധാനമായ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മളോടൊപ്പം അതിഥികളായി സൗമ്യയുടെ അമ്മ സുമതിയുണ്ട്. ഈ ഗോവിന്ദചാമി എന്ന് വിളിച്ച ദൃക്സാക്ഷി വിനോജുണ്ട്. ഗോവിന്ദചാമി ആദ്യഘട്ടത്തിൽ പിടികൂടിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ അഷ്റഫ് ഉണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കോൺഗ്രസ് CPM നിന്നും ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്നുമുണ്ട്. അതിനെല്ലാം മുൻപ് ആദ്യം ഈ ദൃശ്യങ്ങൾ സൂപ്പർ എക്സ്ക്ലൂസീവായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ കെവിയും ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റിയും നമ്മളോടൊപ്പം ഉണ്ട്. രണ്ടു പേരോടും എത്ര അഭിനന്ദിച്ചാലും മതിയാവാൻ കഴിയാത്തത്ര ആത്മസമർപ്പണത്തോടെയുള്ള തൊഴിലാണ് ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ അഭിമാനവും അതിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നതിനൊപ്പം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം നിങ്ങളുടെ കൺമുന്നിൽ അനാവൃതമായ ഒരു കൊടും ക്രിമിനലിന്റെ രക്ഷപ്പെടാനുള്ള ശ്രമത്തെ നിയമം തോൽപ്പിച്ച ആ നിമിഷങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടി വിവരിക്കണം. ഷിജിൻ നരിപ്പറ്റൊപ്പം രാഹുൽ. മധു, തീർച്ചയായും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാധ്യമ ജീവിതം അത്ര വലിയൊരു കാലയളവായിട്ടില്ല. പക്ഷേ അതിനിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന ദിവസമായി ഇത് മാറുകയാണ്. കേരളക്കര ഒന്നാകെ ആഗ്രഹിക്കുന്നത് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ആ കാഴ്ചകൾ വാർത്ത കാണുന്നതിന് വേണ്ടിയാണ്. ഗോവിന്ദചാമി മാത്രമായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ പിന്തുണച്ച നേരത്തെയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിലേക്ക് എത്തിയ ചില അഭിഭാഷകരൊക്കെ ആയിരിക്കണം ഗോവിന്ദചാമി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ. ഇപ്പോൾ നമ്മൾ എടുത്തു പറയാം, ഞാനും ഷിജിൻ നരിപ്പറ്റിയും കോഴിക്കോട് കുറ്റ്യാടിയിൽ അവിടെ ഒരു ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിരാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെയുള്ള സമയത്താണ് കണ്ണൂരിലേക്ക് പോകാൻ ഗോവിന്ദചാമിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം, അങ്ങോട്ടേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം കിട്ടുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ മൊബൈൽ ഫോൺ വഴി ഈ വാർത്ത ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സൗമ്യയുടെ അമ്മ നമ്മുടെ ചർച്ചയിലുണ്ട്. അവർ പറയുന്ന വാക്കുകളൊക്കെ ഏറെ സങ്കടത്തോടെയാണ് കേട്ടത്. എങ്ങനെയെങ്കിലും ആ പ്രതിയെ പിടികൂടണം എന്ന വാക്കുകളൊക്കെ നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടാണ് സ്ഥലത്തേക്ക് വന്നത്. ഏകദേശം കണ്ണൂരിൽ എത്താനാകുന്ന സമയത്ത് ഇയാളെ തളാപ്പിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുകയാണ്. നാട്ടുകാർ കണ്ടു, പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ തളാപ്പിലേക്കാണ് വരുന്നത്. അവിടെ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കൺമുൻപിൽ പോലീസ്, ഡോഗ് സ്ക്വാഡ്, നാട്ടുകാരൊക്കെ ചേർന്ന് അവിടെ ഒരു കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. നഗരമധ്യത്തിൽ തന്നെയാണെങ്കിലും അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഗോവിന്ദചാമി അവിടെയുള്ള മതിലെടുത്ത് ചാടി, കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലൊക്കെ ചാടി വന്ന ഗോവിന്ദചാമിയെ സംബന്ധിച്ച് ഈ ചെറിയ മതിലെടുത്ത് ചാടുന്നത് വളരെ നിസ്സാരകരമായ കാര്യമാണ്. അപ്പോൾ ഈ കാട് മൂടിയ സ്ഥലത്തേക്ക് ഓടിപ്പോയി എന്ന തൊട്ടടുത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പറയുകയുണ്ടായി. അങ്ങനെ നമ്മളും ഈ മതിലെടുത്ത് ചാടി ആ കാട് മൂടിയ സ്ഥലത്ത് പോലീസിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നാട്ടുകാരുടെയും ഒക്കെ തിരച്ചിലിന്റെ ഭാഗമായി ആ മേഖലയിൽ ഒന്നടങ്കം പോലീസ് പല സ്ഥലങ്ങളിലായി തിരയുകയാണ്. അപ്പോൾ ഈ തത്സമയം ഈ വിവരങ്ങൾ എത്തിക്കണമെന്ന് നമ്മൾ നേരത്തെ തന്നെ അത്രയും
അത്രയും എന്താ പറയുക, എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും വിവരങ്ങൾ ഓരോന്നും എത്തിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. ഈ കാട് മൂടിയ സ്ഥലത്ത് നിന്ന് തിരച്ചിൽ നടത്തി ഒരു സംഘം, പോലീസിന്റെ ഒരു സംഘം അതിന് താഴേക്ക് പോയി. അവിടെ റോഡാണ്, പിന്നീട് നിരവധി വീടുകൾ വരുന്ന റെസിഡൻസ് ഏരിയ കൂടിയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിലേക്ക് അടക്കം ഈ പ്രതിക്ക് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ വീട്ടുകാരോട് പോലീസ് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദച്ചാമി ഇതുവഴി പോകുന്നത് കണ്ടിരുന്നോ എന്നൊക്കെ. മൊബൈൽ ഫോണിൽ വീടുകളിൽ വെച്ചിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിക്കാൻ കഴിയുന്ന ആളുകളോടൊക്കെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ മറുപടി ഇയാൾ ഈ വഴി പോകുന്നത് കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായി ഗോവിന്ദച്ചാമി കാട് മൂടിയ സ്ഥലത്തുണ്ട്. ഈ കാട് മൂടിയ സ്ഥലത്ത് തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ചില കെട്ടിടങ്ങളുണ്ട്, അതുപോലെ ഓവുചാലും ഒക്കെ തന്നെയുണ്ട്. ആ മേഖലയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കും ഉറപ്പായി. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ ഉള്ള ഈ റിപ്പോർട്ടിംഗ് തിരച്ചിൽ അവസാനിപ്പിച്ച് തിരികെ ഈ കാട് മൂടിയ സ്ഥലത്തേക്ക് തന്നെ വരികയാണ് ഉണ്ടായിരുന്നത്. മഫ്തിയിലുള്ള 2 പോലീസുകാർ, ആദ്യമേ പോലീസുകാരാണെന്ന് മനസ്സിലായില്ല, ആളുകളോട് ചോദിക്കുകയാണ് ഈ തെരച്ചിൽ എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു നമ്മൾ പോലീസുകാരാണെന്ന് സംസാരിക്കാൻ കഴിയില്ല. ഈ സമയത്താണ് നമ്മൾ നിന്ന ഈ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയായ ഒരു മതിലാണ്, അതിനപ്പുറത്ത് ഉള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നത്. ശരി, അതിന് പിന്നാലെ അതിന് തൊട്ട് പിന്നാലെ നിങ്ങളുടെ 2 പേരുടെയും ഓട്ടവും നിങ്ങൾ എടുത്ത ഒരു എഫോർട്ടും ഒക്കെ കേരളം മുഴുവനും കണ്ടതാണ്. ഷിജിൻ, ഈ വാർത്ത, ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്ത ഞാൻ ഇന്നത്തെ ദിവസം ആദ്യം കേൾക്കുമ്പോൾ ഇയാൾ ഏതെങ്കിലും ട്രെയിനിൽ കയറി ഞാൻ താമസിക്കുന്ന നമ്മുടെ പരിസരത്തേക്ക് വരുമോ എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലൊരു പെൺകുഞ്ഞുള്ളതാണ്. എനിക്കുറപ്പാണ് ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം അതിന് താഴെ വന്നിരിക്കുന്ന റെസ്പോൺസുകളിൽ ഒരു അമ്മ പറയുകയാണ്, ഞാനടക്കം പെൺമക്കളുടെ അമ്മമാർക്ക് എല്ലാവർക്കും ഇയാളെ പിടികൂടിയെന്ന വാർത്ത ലഭ്യമായത് നെഞ്ചിലൊരു വലിയ ആശ്വാസമാണ് എന്നുള്ളത്. ആ ആശ്വാസം എത്തിച്ച ക്യാമറ ഇന്ന് ഷിജിൻ്റെതാണ്. അതിനുള്ള കടപ്പാട് കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രധാനമാണ്. ആ എത്രത്തോളം വലിയ എഫോർട്ട് നിങ്ങൾ എടുത്തു എന്നുള്ളത് ആ സമയത്തെ കാര്യങ്ങൾ കൂടി പറയാമോ? ആ സമയത്ത് ഞങ്ങള് രാഹുൽ പറഞ്ഞ പോലെ ഈ കാട്ടിലുള്ള ആ പ്രദേശത്തെ മാക്സിമം അവിടെ തന്നെ തിരയാം, നമ്മളും കൂടെ അവിടെ ആ ഭാഗങ്ങളിൽ ഇറങ്ങിച്ചെല്ലണം എന്നുള്ളത് ഞങ്ങൾ മുന്നേ തീരുമാനിച്ചിരുന്നു. എവിടെയാണോ ഇവർ പോലീസ് തിരയുന്നത് ആ ഭാഗങ്ങളിൽ തന്നെ നമുക്കും അവരെ കൂടെ തന്നെ തരണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അതിനുശേഷമാണ് ഈ നമ്മൾ നിൽക്കുന്ന ഒരു 70 മീറ്റർ അകലെ ആണെന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അവർ അന്ന് ശബ്ദം വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ദൂരത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കുകയും ഞങ്ങൾ ആ ശബ്ദം കേൾക്കുന്ന മുറക്ക് പിന്നെ നമ്മൾ ഓടുകയാണ്. ആ വിഷ്വലിൽ കാണാൻ പറ്റും. കാരണം ഞങ്ങൾ ആ എത്തുന്ന ശരിക്കും 1 മിനിറ്റ് നമ്മൾ ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യം കാണിക്കാൻ പറ്റില്ല. കാരണം അത്ര ഫാസ്റ്റായിട്ട് അത്ര ഫാസ്റ്റായിട്ട് പോലീസ് അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയി. പക്ഷേ ടൈമിന് അവിടെ എത്താൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു. ശരി, നമ്മളോടൊപ്പം സൗമ്യയുടെ അമ്മ കൂടി ചേരുന്നുണ്ട്. സുമതി അമ്മ, ഈ വാർത്ത, അതായത് ഇയാൾ പുറത്തു ചാടി എന്നത് കേൾക്കുമ്പോഴും അയാൾ പിടിയിലായി എന്നത് കേൾക്കുമ്പോഴും ആദ്യം ഓർമ്മ വന്ന മുഖം ഒന്ന് സൗമ്യയുടേതും ഒന്ന് അമ്മയുടേതുമാണ്. ആ 2 വാർത്തകളെ എങ്ങനെയാണ് കേട്ടത്? അയാളെ പിടികൂടി, അയാൾ ഇപ്പോഴും നിയമത്തിന്റെ കയ്യിലാണ് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നുണ്ടോ? അതിനൊപ്പം അയാൾ ഇപ്പോഴും സമൂഹത്തിനൊരു ഭീഷണിയാണ് എന്നത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അവൻ ജയിലിൽ ചാടി എന്നുള്ള വിവരം രാവിലെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആദ്യമായിരുന്നു. കാരണം എത്രയോ നമ്മളെ സൗമ്യക്കുണ്ടായ അനുഭവം ഇനിയൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു അമ്മ ഇതുപോലെ കരയാനൊരു വഴി ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് ഇപ്പോൾ അങ്ങനെ ഈ 15 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടും ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവൻ്റെ ജയിലിൽ ചാടി എന്നുള്ള ന്യൂസ് ഇന്ന് രാവിലെ അറിയണത്. അപ്പോൾ അത് വലിയൊരു ഒരിക്കലും ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾക്ക് പെൺകുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് അവന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ക്രിമിനലാണ്. അങ്ങനത്തെ ഒരുത്തൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞാൽ അവളൊരു എത്ര അമ്മമാരുടെ മനസ്സിലുണ്ടാവും. അപ്പം അതൊരു വലിയ പറയൂ. അല്ല, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എത്ര അമ്മമാരുടെ മനസ്സിലുണ്ടാകും ഇയാൾ ജയിലിൽ ചാടി നിയമത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് വെട്ടിച്ച് നടക്കുന്ന സമയത്ത് ഏതിരയായിരിക്കും ഗതികെട്ട സമയത്ത് ഇയാളുടെ മുന്നിൽ പോയി പെടുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഭയം. അതെ, ആ ഒരു ഭയപ്പാട് തന്നെയാണ് ഇത്. എന്തായാലും ഈ ഗോവിന്ദൻചാമി എന്ന് പറഞ്ഞ വ്യക്തി ജയിലിൽ ചാടാൻ മറ്റുള്ളവരുടെ ഒരാളുടെ സഹായം ഉണ്ടായ കാരണം കൊണ്ട് തന്നെയാണല്ലോ ഈ ജയിലിൽ ചാടിയത് ഇയാൾ. അല്ലാതെ ഈ ഒറ്റക്കൈയും വെച്ചിട്ട് ഈ ഒരു കൈയും വെച്ചിട്ട് ഇവന് എങ്ങനെ ഇവന് ഇത്രയും
ഇതായിട്ട് ചാടാൻ പറ്റണത്? ഇത്രയും വലിയൊരു മതിൽ അവൻ എടുത്ത് ചാടണമെങ്കിൽ ഇത് കെട്ടിയിട്ടായാലും എങ്ങനെയായാലും അവന് ഈ ഒറ്റക്കൈ വെച്ചിട്ട് എങ്ങനെ അവന് ഈ മതിൽ ചാടിയിട്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞു? അതിന് പിന്നിലൊരാളില്ലാതെ ഒരിക്കലും അത് സംഭവിക്കില്ല. എത്രയോ പോലീസുകാരെ പിന്നെ വേണ്ടിയിട്ട് കാവൽ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ജയിലിനുള്ളിൽ എത്ര പോലീസുകാരിയ്ക്കുന്നു. അവരുടെ എല്ലാം കണ്ണ് വെട്ടിയിട്ടാണ് അവൻ ഇത്രയൊരു കാര്യം ചെയ്തത്. അപ്പം അതിനുള്ള തക്കതായ ഒരാൾ ഇതിന് ഉള്ളിൽ നിന്നിട്ടോ പുറത്തു നിന്നിട്ടോ അവനെ ആ ഒരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇത് ചെയ്യില്ല. ആ സപ്പോർട്ട് ഉറപ്പാണ്. അതെന്തായാലും അന്വേഷിച്ച് പുറത്തെത്തണം. പിന്നെ ഈ ഗോവിന്ദൻ ചാമിനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പം അതിലും വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ നമ്മൾക്ക് വേണ്ടിയിട്ട് എത്രയോ ഒരു ഇതായിട്ടാണ് ഈ ആൾക്ക് ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറയണ്ടായി ആ വിളിച്ച കുട്ടിയോട്ടത്തിൽ. പിന്നെ എന്ത് വന്നാലും ഈ കണ്ണൂർ ഇന്ന് ഇവൻ ജയിലിൽ ചാടി പറഞ്ഞ ഒരുപാട് ജനം എന്നെ വിളിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് സംസാരിക്കണതും നമ്മളോട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കണതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ആ കണ്ണൂരുള്ള ആൾക്കാർ പിടിക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോഴത്തേനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഓടിയില്ല ഇതിൻ്റെ പിന്നാലെ, എല്ലാവരും ഓടുകയല്ല ഇതിൻ്റെ പിന്നാലെ. അവൻ എവിടെയും പോകാനൊരു വഴിയില്ല. കണ്ണൂർ വിട്ടവൻ പോവില്ല. അത് ഞാൻ പറഞ്ഞതാണത്. കണ്ണൂർ വിട്ടവൻ പോവില്ല. അവൻ എന്തായാലും പിടിക്കപ്പെടുന്നുള്ളത്. അവൻ പിടിച്ചിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് ഉറക്കമുണ്ടോ? അവരുടെ ഉറക്കവും ഇതെല്ലാം പോയില്ലേ. പിന്നെ ഇപ്പോഴും അവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവൻ്റെ ആ പഴയ ആ ബുദ്ധി തന്നെ ഇപ്പോഴും അവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും തീരാത്ത ഒരു മനസ്സാണ് അവന്. അവൻ്റെ മനസ്സിൽ ഈ ക്രിമിനലിൻ്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവന്. അത് സത്യമാണ്. കാണാമെന്ന് മാധ്യമപ്രവർത്തകരോട് കൈവീശി പോകണമെങ്കിൽ ഇപ്പോഴും എത്രത്തോളം ധാർഷ്ട്യം, എത്രത്തോളം മൃഗീയമായ മനോഭാവം അയാൾക്കുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, അങ്ങേക്ക് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇയാളെ പിടികൂടി എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ അതിന് പിന്നിൽ ആരെങ്കിലും ഇല്ലാതെ സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരാഗൃഹത്തിന്റെ എല്ലാ വാതിലുകളും കണ്ണടച്ചും കൈനീട്ടിയും കൊടുക്കാൻ ഇത് പുരാണമൊന്നുമല്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ്? ഒരു കൊടും കുറ്റവാളിയെ വിചാരണ കോടതിയും ഉപരികോടതിയും വധശിക്ഷ വിധിച്ച ഒരാളെ പരമോന്നത കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. വധശിക്ഷയിൽ നിന്നൊരു കുറ്റവാളിയെ ഒഴിവാക്കുന്ന സമയത്ത് അയാൾ ഒരിക്കലും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമെന്ന ഉറപ്പിന്റെ പേരിലാണ് അത് ഉണ്ടാകുന്നത്. ആ ഉറപ്പില്ലാതെ പോകുന്നതിന് എന്താണ് പരിഹാരം? ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഹൈക്കോടതി അത് ശരിവെച്ചു. വളരെ പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തീകരിച്ചു. അതിനുശേഷം ഡെത്ത് റഫറൻസ് ഹൈക്കോടതിയും വളരെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചു. സുപ്രീം കോടതി വാദം കേട്ടതിന് ശേഷം ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ ഒഴിവാക്കി. പക്ഷേ ജീവപര്യന്തം തടവ് തന്നെയാണ്. ജീവപര്യന്തം തടവ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമാകുമ്പോൾ അത് എൻ്റയർ ലൈഫ് തന്നെയാണ്. ഒരു തരത്തിലുള്ള റിമിഷനോ എക്സംഷനോ കിട്ടാനുള്ള സാഹചര്യമില്ല. അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ കൂടിയാണ് കണ്ണൂർ ജയിൽ. ആ ജയിലിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ജയിൽ ചാടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, ഒരു മോട്ടീവ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. അത് ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. പ്രത്യേകിച്ച് CCTV കവറേജ് ഉണ്ട്. അത് ഓരോ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് വെച്ചാൽ പല ടവറുകളാണ്. ആ ടവറുകൾക്കിടയിൽ പല ബ്ലോക്കുകളാണ്. ടവർ ഡ്യൂട്ടിയുള്ള ആളുണ്ട്, ബ്ലോക്ക് ഡ്യൂട്ടിയുള്ള ആളുണ്ട്. അതുപോലെ തന്നെ CCTV നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ട്, രാത്രിയും പകലും ഒരേപോലെ ഡ്യൂട്ടിയിൽ. അപ്പോൾ എത്ര പ്ലാനിങ്ങോട് കൂടി ജയിൽ ചാടാൻ ശ്രമിച്ചാലും അത് CCTV ഫുട്ടേജിൻ്റെ ഭാഗമായി ക്യാച്ച് ചെയ്യപ്പെടുകയും അത് അതാത് സമയം ഡ്യൂട്ടിയുള്ള ആളുകൾ കണ്ടെത്തേണ്ടതുമാണ്. ഇവിടെ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ജയിലിൻ്റെ ഭിത്തി കയറി ഏറ്റവും മുകളിൽ ചെന്ന് മതിൽ ചാടുന്നത് ക്വാറന്റൈൻ ബ്ലോക്കിലേക്കാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, വീണ്ടും അത് തിരിച്ചു കയറുന്നു. അതിനുശേഷം ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ അവിടെ വന്ന് വീണ്ടും പുതപ്പുകൾ കൂട്ടിക്കെട്ടി മറ്റൊരു മേഖലയിലേക്ക്, റോട്ടിലേക്ക് ചാടുന്ന തരത്തിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കൃത്യമായി അത് CCTVയിൽ ഉണ്ട് എന്ന് ഇദ്ദേഹം ജയിൽ ചാടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം CCTV പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട്. ഏതായാലും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും ജയിലിൽ നിന്ന് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല.
ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജയിൽ വകുപ്പ് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി. ടവർ ഓഫീസർ ചുമതലയുള്ള ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഡ്യൂട്ടിയുള്ള അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, CCTVയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺട്രോളിംഗ് റൂമിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രസനർ അടക്കമുള്ളവരെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചനയുണ്ടോ, ഇതിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഈ ഗോവിന്ദചാമി കിടക്കുന്ന റൂമിൽ തന്നെ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതിയുണ്ട്. ആ പ്രതി ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും രാത്രി ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ആ പ്രതി കാണേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രിപ്പറേഷനോ സഹായമോ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയധികം പുതപ്പുകൾ കൂട്ടിക്കെട്ടാനുണ്ടായ സാഹചര്യം എന്താണ്? അതെങ്ങനെ കിട്ടി? അലക്കാനിട്ടിരിക്കുന്ന തുണി എന്നെല്ലാമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഇത്തരത്തിലുള്ള സാഹചര്യം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ആരെങ്കിലും പേർ ഇതിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടോ മറ്റ് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. ഏതായാലും 3-3.5 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നാട്ടുകാരും പോലീസും മാധ്യമപ്രവർത്തകരും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഇവിടെ ഇപ്പോൾ സൗമ്യയുടെ അമ്മ പങ്കുവച്ചതുപോലെ ആശങ്ക, ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ പങ്കുവച്ചതുപോലെ നിരവധി അമ്മമാർക്ക് രാവിലെ വലിയ തരത്തിലുള്ള ആശങ്കയും പേടിയും ഭയവും എല്ലാം ഉണ്ടാക്കി. സമൂഹം ഒന്നാകെ തന്നെ ഇറങ്ങുകയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളെല്ലാം ഇവിടെ മാധ്യമപ്രവർത്തകർ വിശദീകരിച്ചതുപോലെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രവർത്തിച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം വിശദമായി തന്നെ പോലീസും പ്രസന്റ് അതോറിറ്റിയും പരിശോധിക്കും. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ശരി, ശ്രീ രാജു പിലാർ, കണ്ണൂർ ജയിൽ വളരെ സുരക്ഷിതമായ ജയിലാണ്. എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ ഓരോ ടവറിലും നിരീക്ഷണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരുണ്ട്. ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ടാർസൻ പോലും ചാടാത്ത രീതിയിൽ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ, ഒറ്റ കൈയുള്ള ഒരാൾ ഇതെല്ലാം ചാടുന്നു, ഇതെല്ലാം ചെയ്യുന്നു എന്നെ സംബന്ധിച്ച CCTV ദൃശ്യങ്ങളുണ്ട്. അയാൾക്ക് ഓരോ ദിവസമായി ഈ അഴികൾ കേടാക്കാൻ കഴിഞ്ഞതിന്റെ, തകരാറിലാക്കാൻ കഴിഞ്ഞതിന്റെ, തുണികൾ ശേഖരിക്കാൻ കഴിഞ്ഞതിന്റെ, അത് ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ കൂട്ടിക്കെട്ടാൻ സാധിച്ചതിന്റെ, അത് കൃത്യമായി വിനിയോഗിച്ച് ജയിൽ ചാടാൻ കഴിഞ്ഞതിന്റെ ഒക്കെ നമ്മളിതിങ്ങനെ നിർനിമേഷരായി അത്ഭുത പരതന്ത്രതയായി നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ ഒറ്റക്കൈ ഉപയോഗിച്ച് ഇതിനേക്കാൾ വലിയ കേമന്മാർ കിടക്കുന്നുണ്ടല്ലോ കണ്ണൂർ ജയിലിൽ. ഇയാൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്ത് സുരക്ഷ, എന്ത് അതീവ സുരക്ഷ? അതെ, ഒരു സുരക്ഷയും ഇല്ലെന്നുള്ളത് തന്നെയാണല്ലോ മാധവ് തെളിയിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളിത് പിടിച്ചപ്പോ കണ്ട ഒരു ശരീരപ്രകൃതിയും അദ്ദേഹത്തിന്റെ ഒരു കൈയില്ലാത്ത ഉൾപ്പെടെയുള്ളതുണ്ടല്ലോ. അയാൾക്ക് ഇത്രമാത്രം ഒരു കണ്ടം സെല്ലല്ല, ഒരു ഏറ്റവും കുറ്റവാളികളെ പ്രാർത്ഥിച്ചിരിക്കുന്ന സെല്ലിലെ ജയിൽ അറികൾ മുറിച്ച് കടക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇത്രയും ഉയരത്തിലുള്ള ഒരു മതിൽ ചാടിക്കിടക്കാൻ കഴിഞ്ഞു. ഇവിടെ അരുൺകുമാർ എന്തായാലും അയാൾ നടത്തിയിട്ടുള്ള പ്രിപ്പറേഷനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടും ആ ജയിൽ അതോറിറ്റികൾക്ക് ഇത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഇയാൾ പുറത്തിറങ്ങി വരുമ്പോഴും നല്ല പാന്റും ഷർട്ടൊക്കെ ഇട്ടാണ്. ജയിലിനകത്ത് എന്തായാലും പാന്റും ഷർട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ആ പാന്റും ഷർട്ടും എങ്ങനെ വന്നു എന്നുള്ളത് കൂടി അന്വേഷിക്കണ്ടേ? അപ്പൊ ജയിൽ അധികൃതർ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതിൽ നമ്മൾ അനുമാനിക്കേണ്ടത്. അല്ലാണ്ട് ജയിലിൽ ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾക്ക് പാന്റും ഷർട്ടും കൊടുക്കുക അല്ലല്ലോ രീതി. അപ്പം കണ്ടമാനം ഇതിനകത്തുള്ള ഒരു സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജയിൽ അധികൃതരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വരുന്ന സാഹചര്യമാണ്. കാരണം കണ്ണൂരിനെ സംബന്ധിച്ചോളം ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കണ്ണൂർ ഈ സൂചിപ്പിച്ച പോലെ കണ്ണൂരിൽ പാർട്ടി അറിയാതെ പുറത്ത് അകത്ത് ജയിലിനകത്ത് പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ല. ജയിലിനകത്ത് പാർട്ടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പാർട്ടി ഏൽപ്പിച്ച കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അധികം സൗകര്യം കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അവരുടെ വിഹാര കേന്ദ്രങ്ങളാണ്. അവരാണ് ആ ജയിലകത്ത് ഭരിക്കുന്നത്. അത് നമുക്ക് പലപ്പോഴും അറിയാലോ, അവിടുത്തെ ജയിലിൽ വാർഡനൊക്കെ എതിരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ. നോക്കൂ, ഇത്രയും കുറ്റവാളികൾ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര അലംഭാവത്തോടു കൂടി അത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഏത് നേരവും ജയിലിനകത്തൊരു കലാപം പൊട്ടിപ്പുറപ്പാണല്ലോ. പലപ്പോഴും കണ്ണൂരിനകത്ത് തന്നെ ഈ TP കേസിലെ പ്രതികൾ തന്നെ പരസ്പരം തല്ലുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ കൊടും ക്രിമിനലുകൾ പാർക്കുന്ന ഒരു ജയിലിനകത്ത് ഇത്രയും മാത്രം അലംഭാവം ഉണ്ടാകുമെന്ന് സ്വാഭാവിക തലത്തിൽ വിശ്വസിക്കാൻ മാർഗമില്ല. അതിപ്പോ പിണറായി വിജയന്റെ ജയിലധികൃതരായതുകൊണ്ട് അവരെ കിടന്നുറങ്ങും എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന അലേർട്ട്നെസ് അതിനകത്തുണ്ടാവും. അപ്പൊ ആ അലേർട്ട്നെസ്സിനെ എല്ലാം മറികടന്ന്
ഇത്രമാത്രം തയ്യാറെടുപ്പുകളോടുകൂടി ഗോവിന്ദച്ചാമിക്ക് ഇത് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ജയിലിനകത്ത് ജയിൽ അധികൃതരുടെയും CPM നേതൃത്വത്തിന്റെയും അറിവോടുകൂടിയാണ്. അല്ലെങ്കിൽ CPMന്റെ കുറ്റവാളികളകത്തുള്ളവർ ഒത്താശ ചെയ്ത് കൊടുക്കാതെ നടക്കില്ല. അത് ഒരു സംശയവും വേണ്ട. കാരണം കണ്ണൂർ ജയിലിനകത്ത് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ല. അതിനകത്ത് ആ CPMന്റെ വാടക കൊലയാളികൾ ഭരിക്കുന്ന ജയിലുകളാണ്. ആ ജയിലിനകത്തൊന്നും CPMന്റെ ഈ വാടക കൊലയാളികൾ അറിയാതെ നടക്കില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് ഗോവിന്ദച്ചാമിയും സർക്കാരിന് വേണ്ടപ്പെട്ടവനാണെന്ന് നമ്മളിപ്പോ തിരിച്ചറിയുക. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, അങ്ങനെ കണ്ണടയ്ക്കാൻ ശീലിച്ച ഒരു കാരാഗൃഹമാണോ കണ്ണൂരിലേത് എന്നുള്ളതാണ്. ഇതിപ്പോ ശരിയാണ്, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള വീഴ്ചകൾ മുഴുവൻ ഉദ്യോഗസ്ഥരുടേതോ സിസ്റ്റത്തിന്റേതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഉറപ്പ്, എന്തിനെ കുറിച്ചുള്ള ഉറപ്പ്? സുരക്ഷയെ കുറിച്ചുള്ള ഉറപ്പ്. ഇന്നു രാത്രിയും എല്ലാ രാത്രിയും അവനവന്റെ മക്കളുമായി സുരക്ഷിതരായി സുരക്ഷിതത്വ ബോധത്തോടെ കിടന്നുറങ്ങാൻ നിയമം കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നൽകിയത് ഉദ്യോഗസ്ഥരല്ല, അത് സംവിധാനമാണ്. ആ സംവിധാനം ആ ഉറപ്പ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പോരാ. അല്ല, ഇവിടെ ഒരു നടപടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു, പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിച്ചു, നടപടി സ്വീകരിക്കുന്നു. ഇതാദ്യമായിട്ടല്ലല്ലോ കേരളത്തിലെ ജയിലുകളിൽ ഇത്തരത്തിലുള്ള പ്രതികൾ ചാടിപ്പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, വളരെ അടുത്ത് തന്നെ റിപ്പർ ജയാനന്ദൻ അടക്കം ഇതേ ജയിലിൽ നിന്ന്, ഇതേ സെല്ലിൽ നിന്ന് ചാടിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നും 3 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് പെട്രോൾ ഡ്യൂട്ടിക്കെതിരെ സാഹസികമായിട്ടുള്ള പിടിച്ച വാർത്തകളും നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ 8 അടി ആഴമുള്ള കുഴി കുത്തി 108 അടി ആഴത്തിലുള്ള തുരങ്കമുണ്ടാക്കി ജയിലിൽ നിന്ന് പോയ സാഹചര്യവും രാജ്യത്തെ ജയിലിലുണ്ട്. ഞാനിത് സൂചിപ്പിച്ചതിനെ ന്യായീകരിക്കുകയല്ല. ഇവിടെ ആക്ഷൻ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായി, കേസ് രജിസ്റ്റർ ചെയ്തു, പെട്ടെന്ന് പ്രതിയെ പിടിക്കുന്നു, അതിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ കോൺഗ്രസിന് എന്ത് സാഹചര്യം വന്നാലും അത് CPMനെയും ഗവൺമെന്റിനെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അവരാക്രമിച്ചോട്ടെ, അവരുടെ ശൈലി അതായിപ്പോയി, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അത് ശരിയാകുകയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാടക തടവുകാരായ CPM തടവുകാരുടെ പിന്തുണ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കൊലക്കേസിൽ തന്നെ പ്രതിയായ മറ്റൊരു പ്രതി ഇതേ റൂമിൽ കിടക്കുന്നുണ്ട്. ആ പ്രതി അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ എങ്ങനെയാണ് ആ പ്രതിയെ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിട്ടല്ലോ നമ്മൾ ഗോവിന്ദച്ചാമിയെ അവിടെ കിടത്തിയിരിക്കുന്നത്. അയാൾ ക്രിമിനൽ ആണ്, കള്ളനാണ്, കൊലപാതകയാണ്. അയാൾ ഒരുപക്ഷെ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഉദ്യോഗസ്ഥർ കണ്ണടച്ചില്ല. ഇതിപ്പോ 5:30 മണി സമയം എന്ന് പറയുന്നു. 7:30ക്കാണ് പോലീസിനെ അറിയിക്കുന്നത്. അതുവരെയും ഗോവിന്ദച്ചാമി അതിനുള്ളിൽ തപസ്സിരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ റിപ്പർ ജയാനന്ദൻ 2-3 മാസം മുമ്പ് അവിടുന്ന് ചാടിപ്പോയി, ശരി. അപ്പൊ തുടർവീഴ്ചയാണെന്നാണോ അങ്ങ് പറയുന്നത്? പിന്നെയും വീഴ്ച വരുന്നത് കയ്യും കെട്ടി നോക്കി. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജാഗ്രതയല്ലേ വേണ്ടത്? അല്ലാതെ കണ്ണടച്ചുറങ്ങാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ശമ്പളം കൊടുത്ത് അവിടെ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നത്? അല്ല, താങ്കൾ ഏത് ചെവി കൊണ്ടാ കേൾക്കുന്നത്? 2-3 മാസം മുമ്പ് എന്നല്ല പറഞ്ഞത്. 2011 റിപ്പർ ജയാനന്ദൻ ജയിലിൽ ചാടിയത്. അതായത് 14 വർഷം മുമ്പ്. ഈ സൗമ്യയുടെ കേസ് ഉണ്ടാകുന്ന വർഷവും നമുക്കറിയാലോ, 2011 കാലഘട്ടങ്ങളിലാണ്. അന്നും 3 മാസം കഴിഞ്ഞിട്ടാണ് റിപ്പർ ജയാനന്ദനെ പിടിക്കാൻ കഴിഞ്ഞത്. ഇവിടെ സുരക്ഷാ ചുമതല കൃത്യമായി നിർവഹിക്കുന്നത് ജയിൽ അതോറിറ്റിയും പ്രിസൺ അതോറിറ്റിയും തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അടിയന്തരമായിട്ട് ചെയ്യുക. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക. ശരി, ഈ കാലതാമസത്തെ കുറിച്ചോ? അല്ല, അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതിപ്പോ ഏത് ചെവികൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതേ ഭാഷയിൽ ഞാൻ മറുപടി പറയാൻ തയ്യാറുമല്ല. പക്ഷേ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് പോലീസിനെ അറിയിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമോ? 6:30 ജയിലിൽ കിടക്കുന്നവരുടെ എണ്ണം എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം 6:30 വരെ ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇപ്പൊ CCTV ക്യാമറ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജയിൽ ഉദ്യോഗസ്ഥൻ ആ സമയത്ത് തന്നെ അത് നോട്ട് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ നടപടി വന്നത്. 6:30 കൃത്യമായി ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്നവരുടെ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ബോധ്യമാകുന്നത്. അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും 10 മണിയോടുകൂടി 10:15 തന്നെ പ്രതിയെ പിടിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജയിൽവാസികൾ ഹാജർ വെക്കുമ്പോൾ മാത്രമാണ് ഈ സംവിധാനം അറിയേണ്ടത് എന്ന് പറയുന്നത് വലിയ പരാജയമല്ലേ? അത് അങ്ങനെയാണോ? അത് എന്തൊരു ഗതികേടാണ് ഇത്? ഇവർ ഹാജർ വെക്കുമ്പോൾ മാത്രമാണോ ഇവർ ചാടിയിട്ടുണ്ട് എന്ന് അറിയേണ്ടത്? അല്ല, അതല്ലേ പരിശോധന ഞാൻ പറഞ്ഞത്. ഒന്ന്, ആ ടവറിന്റെ ഡ്യൂട്ടിയുള്ളയാൾ, ബ്ലോക്കിന്റെ ഡ്യൂട്ടിയുള്ളയാൾ,
അതുപോലെ CCTV-യിൽ 24 മണിക്കൂറും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിലും CCTV നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അത് കൃത്യമായിട്ട് തന്നെ അറിയണം. അതറിയാത്തത് എന്തുകൊണ്ട്? അതല്ലേ അന്വേഷണം നടത്തേണ്ടത്. കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറക്കിയത്. ഇത്തരമുള്ള സംഭവം നടന്നാൽ അടിയന്തരമായി ഗവൺമെന്റ് സംവിധാനം ചെയ്യേണ്ട, അതുപോലെ തന്നെ ജയിലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തും. ഒരാളെയും സർക്കാരോ പാർട്ടിയോ എന്ന നിലയ്ക്ക് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർ സ്വാഭാവികമായും അങ്ങനെ ആരോപണം ഉന്നയിക്കും. ആ ആരോപണങ്ങൾ ആവർത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ അജണ്ടയല്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നതല്ല ഒരു സർക്കാരിന്റെയും സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തം. ഇതേ സർക്കാരിനെയും സംവിധാനത്തെയും ഇതേ ജയിൽ വകുപ്പിനെയും പോലീസിനെയും വിശ്വസിച്ചാണ് കൊടും ക്രിമിനലുകളെ, കുറ്റവാളികളെ, ആരെ കിട്ടിയാലും കൊല്ലാനോ ബലാത്സംഗം ചെയ്യാനോ തയ്യാറായ കുറ്റവാളികളെ ജയിലഴിക്കുള്ളിൽ പാർപ്പിക്കുന്നത്. അല്ലാതെ കൊന്നു തീർക്കുകയല്ല ഇതിനുള്ള പരിഹാരം എന്ന നിയമത്തിന് ബോധ്യം വരുന്നത് പോലീസിൽ, ജയിൽ വകുപ്പിൽ ഉള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസ ലംഘനത്തിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പോരാ എന്നാണ് ഞാൻ അങ്ങയോട് ആദ്യം പറഞ്ഞത്. അല്ല, ഇപ്പൊ എന്തൊക്കെയായിരുന്നു ജയിലിൽ തടിച്ചു കൊഴുത്തു വീർത്ത് വലിയ വലിപ്പത്തിലായി കിടക്കുന്ന പ്രതികൾ എന്നൊക്കെയല്ലേ നമ്മളും ചർച്ചകളിൽ ഉപയോഗിക്കാറ വാചകം. ഇപ്പോൾ ഇതിന്റെ പിന്നിൽ പുറത്തു വന്ന വാർത്ത പരിശോധിച്ചാൽ 1.5 മാസമായിട്ട് അദ്ദേഹം പ്രിപ്പറേഷൻ നടത്തിയിരുന്നു എന്നതല്ലേ. ചപ്പാത്തി മാത്രം കഴിച്ച് വണ്ണം കുറച്ചിരുന്നുവെന്നും അതുപോലെ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ഇരുമ്പ് ദണ്ടുകൾ ദ്രവിച്ചു പോകാനുള്ള മാർഗം, അതൊക്കെ അന്വേഷണം നടത്തി ഇതിന്റെ പ്രിപ്പറേഷൻ എവിടെ നിന്ന് ആരംഭിച്ചു, എന്താണ് ഇതിന്റെ മോട്ടീവ്, അതുപോലെ തന്നെ ഇതിന് ആരൊക്കെയാണ് സഹായം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി നിയമാവലി അനുസരിച്ചല്ലേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ജയിൽ പ്രസന്റ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ചല്ലേ. ഇതെല്ലാം സിസ്റ്റത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് അപരവൽക്കരിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സർക്കാരിന്റെ മെഷീനറിയാണ്. അതിനപ്പുറത്തേക്ക് ഭരണകൂടത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാകണം എന്നാണ് എല്ലാവരും വിചാരിക്കുക. അരുൺ, എല്ലാത്തിനെയും ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം, സിസ്റ്റത്തിന്റെ വീഴ്ച അപരവൽക്കരിക്കാൻ പാടുണ്ടോ? അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ കിടക്കുന്ന ജയിലുകൾ ഈ കേരളത്തിലെ സെൻട്രൽ പ്രസണും അതുപോലെ സബ് ജയിലുകളും ജില്ലാ ജയിലുകളും ഉണ്ട്. അതിൽ നിന്ന് ഇപ്പൊ അതെ കുറെ വർഷം എത്തിയിട്ട് ഒരാൾ ജയിൽ ചാടുന്നു. ഇതിനു മുമ്പ് റിപ്പർ ജയാനന്ദൻ ചാടിയത് 2010-ലാണ്. അപ്പൊ 14 വർഷം കഴിഞ്ഞ് ഒരാൾ ജയിൽ ചാടുന്നു. ഈ സിസ്റ്റം കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുന്നു. അതാവണം തന്നെ രാഷ്ട്രീയ നേതൃത്വം അതിശക്തമായിട്ട് ഈ വകുപ്പുകളെ നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തത്. ഇതിപ്പോ റയറസ്റ്റ് ഓഫ് റയർ എന്ന രൂപത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക, ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കം നടത്തുക, എന്തൊക്കെ നടപടിക്രമങ്ങളാണോ നടത്തേണ്ടത് അത് നടത്തുക, അതാണ് ചെയ്യുക. അല്ലാതെ ഇതിൽ കുറ്റക്കാരാരെന്ന് കണ്ടാൽ നടപടിയെടുക്കാൻ ഒരു വിമുഖതയുമില്ല. ഈ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2-3 മണിക്കൂർക്കുള്ളിൽ തന്നെ പിടിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റുമുട്ടൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നു വിട്ടിട്ട് വെടിവെച്ച് കൊല്ലുന്ന വാർത്ത വരെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിന്റെ ജയിൽ വകുപ്പും പോലീസും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിപക്ഷം എന്ത് സംഭവം കിട്ടിയാലും അവർ ആരോപണം ഉന്നയിച്ചോട്ടെ, പക്ഷെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ പിടിക്കാൻ, മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കാൻ വേണ്ടി ആഞ്ഞു പ്രവർത്തിച്ച ജനങ്ങളും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ കണ്ണൂര് തന്നെ ഉണ്ടല്ലോ. ഇത് ലൈവ് ചെയ്ത നിങ്ങൾക്കടക്കം ഇത് അറിയാമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഈ സംഭവത്തിന് ശേഷമുള്ള നടപടികൾ, അതായത് ജയിലിന് പുറത്തേക്ക് വിവരം വന്നതിന് ശേഷമുള്ള നടപടികളിലോ പോലീസ് നടത്തിയ അത്യധ്വാനത്തിലോ അതിൽ നാട്ടുകാരുടെ അടക്കം സഹകരണത്തിലോ ഒന്നും ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത, ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്, ആ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉറപ്പ് അത് സംവിധാനത്തിന്റെ സർക്കാരിന്റെ തന്നെയാണ്. അതിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥർ മാത്രമല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ സംവിധാനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം അത് കൃത്യമായി നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്ന് KS അരുൺകുമാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീഴ്ചയ്ക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്തം ഉണ്ടാകും എന്ന് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തെ, രാഷ്ട്രീയ ആരോപണത്തെ, അത് അവരുടെ ഒരു ശീലം കൊണ്ട് മാത്രം എന്ന് അവമതിച്ചു കാണരുത് എന്നുകൂടി ഞാൻ പറയുന്നു. ഈ ഗോവിന്ദസ്വാമി പിടിക്കപ്പെടുന്ന സംഭവത്തിൽ അയാൾ പുറത്തിറങ്ങിയതിനു ശേഷം അയാളെ തിരിച്ചറിയുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് വിനോജ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ വിനോജ്, ഇയാളുടെ ഒരു മട്ടും ഭാവവും ഒക്കെ എങ്ങനെയായിരുന്നു? ഈ പേര് വിളിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അയാളുടെ പ്രതികരണം? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവത്തെ പറ്റിയുള്ള ഒരു വല്ലാത്തൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നോർമലി ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്.
കണ്ടതിന് ശേഷം ജസ്റ്റ് ഞാൻ ഇയാൾ റോഡിൻ്റെ ഇടത് സൈഡിലൂടെ നടന്നു വരികയായിരുന്നു. ഞാനും ആ സൈഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് കണ്ടത്. അപ്പോൾ അവിടെ എത്തി ജസ്റ്റ് ഇയാളുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നു. കാരണം ഇന്ന് രാവിലെ ഈ ന്യൂസ് ഞാൻ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മൊബൈൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്നു, കാരണം എനിക്കും പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രയ്ക്കൊരു മാനസിക സംഘർഷത്തിലായിരുന്നു ഞാനും ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ആണ് ഇങ്ങനെ ഒരു സംഭവം കണ്ട്, അപ്പോൾ ജസ്റ്റ് ഇയാളുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ്, വണ്ടി ഓടിച്ചു പോകുമ്പോൾ എത്തിയപ്പോഴാണ് എനിക്ക് ബെറ്റർ ഡൗട്ട് വന്നത്, ഇങ്ങനെ ഒരാളാണോ എന്നൊരു സംശയം. ഈ കൈ കണ്ടപ്പോഴാണോ സംശയം തോന്നിയത്? അത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി അതെ, ഞാൻ കാരണം ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ ഇയാൾ ഇടത് സൈഡിലൂടെയായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് എനിക്കെതിരായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത് എത്തിയപ്പോഴേ എനിക്കൊരു സംശയം തോന്നി, ആളിങ്ങനെ ഒരു യാചകനൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് മെല്ലെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് സംശയം തോന്നി. ഇപ്പോൾ കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു താടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും ഒരു കൺഫേം ചെയ്യാൻ ഒരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ സ്കൂട്ടർ കുറച്ചുകൂടെ മുമ്പിലേക്ക് നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഒരു കൈയില്ല. കാരണം ഈ കൈ തലയിൽ ചെറിയ തുണിക്കെട്ടുണ്ടായിരുന്നു, അതിനുള്ളിൽ ഈ കൈ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ആകെ ഒരു കൺഫേം ആണ്, ഇയാൾ തന്നെയാണെന്നൊരു സംശയം വന്നു. ഉടനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, എനിക്ക് സംശയമുണ്ട്, ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അയാളല്ല, പക്ഷേ അയാൾക്ക് കൈയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇദ്ദേഹത്തെയും കൂടി കയറ്റി ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാളെ വിളിച്ചു, ഇടോടൊന്ന് വിളിച്ചു. അപ്പോൾ ഇയാൾ നടത്തത്തിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടി ഉടനെ നിർത്തിയിട്ട് ഞാൻ ഡാന്ന് വിളിച്ചു. എന്നിട്ട് അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കി കുറച്ച് ഓടേണ്ട രീതിയിലേക്ക് ഗോവിന്ദചാമി എന്ന് വിളിക്കുകയും ഇവൻ ഉടനെ തന്നെ തൊട്ടടുത്ത് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി ഓടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പുറകെ ഓടി, ഇവൻ്റെ പുറകെ തന്നെ. അപ്പോൾ ഒരു 10-20 മീറ്ററോളം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വലിയൊരു മതിലാണ്, വലിയൊരു കാടുമാണ്. അപ്പോൾ ചെന്നപ്പോഴേക്കും ഇവൻ ഈ കാട് എടുത്തു ചാടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേടിയുണ്ടായിരുന്നു വിനോജ്? ഇയാളുടെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. പേടി എന്ന് പറയുമ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്കിതിൻ്റെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ ഇത്തരത്തിലൊരാൾ പെട്ട് കഴിഞ്ഞാൽ ഒരു നാട്ടുമ്പുറത്തുകാരൻ അല്ലെങ്കിൽ എന്നെ പോലൊരു സാധാരണക്കാരൻ ഏതൊക്കെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തേനെ. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു തോന്നി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെങ്ങനെയെങ്കിലും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം എന്നുള്ളതല്ല. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉടനെ തന്നെ ഇത് ആരോട് പറയണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്നൊരു പേടി തോന്നി. പക്ഷേ പേടി തോന്നി എങ്കിലും പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇവിടെ സമയത്ത് നമ്മൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ അതിന് വേണ്ട നമ്മളെ കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു മൈന്യൂട്ട് ലെവൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നെങ്കിലോ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ ആത്മധൈര്യം വീണ്ടെടുത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഞാൻ ഉടനെ ആക്ച്വലി ഈ സംഭവം നടക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള ഈ ഓട്ടോ ഡ്രൈവർ ആ ഒരു ചേട്ടന് മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉടനെ കയറുമ്പോൾ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് പ്രായമായ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അവനെ പിടിക്ക് ഗോവിന്ദചാമിയാന്ന് പറഞ്ഞപ്പോഴും ഇതൊരു കുറച്ച് വയസ്സായ ഒരു ചേട്ടനായിരുന്നു. പുള്ളിക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രതികരിക്കേണ്ട സാവകാശം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇയാൾ എടുത്ത് ചാടി മറിഞ്ഞു കഴിഞ്ഞു. ഞാൻ പോലീസിലേക്ക് ഇൻഫോം ചെയ്തു. പക്ഷേ വളരെ സന്തോഷമുള്ള കാര്യം, ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു 1-2 പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇന്നയാളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് സ്പോട്ടിൽ തന്നെ പോലീസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ആ കണ്ണൂർ ടൗണിലെ തിരക്കിനിടയ്ക്കൂടെ വരണമെങ്കിൽ എങ്ങനെയാണെങ്കിലും കുറച്ച് ദൂരമുള്ള ഒരു 1.5 കിലോമീറ്റർ ഉള്ളെങ്കിലും തിരക്കിനിടയ്ക്കൂടെ വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ സ്പോട്ടിലെ തന്നെ എനിക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്നുള്ള CI സാറ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും അവർ ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചത്. ശരി വിനോജ്, എന്തായാലും വിനോജ് ആ തിരിച്ചറിഞ്ഞൊരു നിമിഷം എന്ന് പറയുന്നതാണ് നമ്മളിൽ പലർക്കും ഇന്ന് രാത്രി സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ ഇത്രയും ദൂരെയാണ്, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയമുണ്ട്. കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള ആ പരിസരത്തൊക്കെയുള്ള മനുഷ്യർ ഇന്ന് സമാധാനമായി കിടന്നുറങ്ങുന്ന ഒരൊറ്റ നിമിഷത്തിന്റെ നമ്മുടെ ഒരു കരുതലിന്റെ പേരിലാണ്. അതിനുള്ള എല്ലാ അഭിനന്ദനവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് വിനോജ്. തുടരണം ഞങ്ങളോടൊപ്പം. ശ്രീ അഷ്റഫ്, അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. പണ്ട് ഈ ഗോവിന്ദചാമിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ശ്രീ അഷ്റഫെ, ഈ വാർത്ത കേട്ടപ്പോൾ, ഇയാൾ ജയിൽ ചാടി എന്നൊരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ഇയാൾ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത്? ആ വാർത്ത എത്രത്തോളം ഞെട്ടിക്കുന്നതായിരുന്നു അങ്ങേക്ക്? ജയിൽ ചാടി എന്നുള്ള വിവരം കാലത്ത് തന്നെ എന്നെ അറിയുന്നതോടുകൂടി ഞാൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ഞാൻ കേട്ടത്. കാരണം എനിക്കറിയാം ഗോവിന്ദചാമി ആരാണെന്ന്.
ഗോവിന്ദചാമിയെ പിടിച്ചതും അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിലാക്കിയതും പിന്നീട് കസ്റ്റഡിയിൽ മേടിച്ചതും തുടർന്ന് അങ്ങോട്ട് 3 മാസത്തിൽ 4 മാസക്കാലമുള്ള തുടർച്ചയായിട്ടുള്ള സെഷൻസ് കോടതിയിലെ ട്രയലിലും എല്ലാം നേരിട്ട് പരിചയമുള്ള ഒരാളാണ് എനിക്ക് ഗോവിന്ദചാമിയെ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഗോവിന്ദചാമി എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഭീകരാവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഗോവിന്ദചാമിക്ക് ജയിൽ ചാടിയതിന് ശേഷം ഭാര്യയും മക്കളുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ല. അതുപോലെ തന്നെ അച്ഛനും അമ്മയായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവനില്ല. സഹോദരങ്ങളായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ല. മറ്റു സുഹൃത്തുക്കളായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവനില്ല. അവൻ ജയിലിൽ ചാടുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൻ ജയിലിൽ ചാടുന്നത്. ജയിലിൽ ചാടി ഇതുപോലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ചെറിയ ആൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ച് അവരെ കവർച്ച നടത്തി അവരെ ഇതേമാതിരിക്ക് ലൈംഗികമായി ഉപദ്രവിച്ചതിന് ശേഷം കൊലപ്പെടുത്തുന്നതിനും അതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനും മാത്രമായിട്ടാണ് അവൻ ജയിലിൽ ചാടുന്നത്. മറ്റൊരു ആവശ്യം ഗോവിന്ദചാമിക്കില്ല, മറ്റൊരു ബന്ധങ്ങളില്ല, മറ്റൊരു കൂട്ടുകെട്ടുകളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് നമുക്ക് അവൻ ചാടി എന്നറിഞ്ഞപ്പോൾ വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഒരു റിപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വാർത്തയായിരുന്നു ഞാൻ കേട്ടിരുന്നത്. എന്തായാലും ദൈവത്തിന് നന്ദി, അവനെ പിടിക്കപ്പെട്ടതിൽ ആ പിടിക്കപ്പെട്ട പോലീസുകാർക്കും നാട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ശ്രീ അഷ്റഫ്, അതിനോടൊപ്പം തന്നെ ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള, ഇത്രയും ഉയർന്ന മതിലുകളുള്ള, അതിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ഒരു ജയിലിൽ ചാടിക്കടക്കാൻ കഴിയുന്ന സാഹചര്യം, അതിനനുസരിച്ച് സ്വന്തം ശരീരവും രൂപവും എല്ലാം മാസങ്ങളെടുത്ത തയ്യാറെടുപ്പിലൂടെ അത് പരുവപ്പെടുത്താൻ കഴിയുന്ന ആസൂത്രണ ബുദ്ധി, ഇയാളെ കണ്ടാൽ ഒരു വഴിയിൽ നടക്കുന്ന യാചകൻ എന്നാണ് തോന്നുക. നേരത്തെ ശ്രീ വിനോജ് പറയുന്നത് പോലെ ഈ മനുഷ്യനാണ് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തുന്നതും പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും തിരുത്ത എന്നൊന്നും അയാളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടല്ലോ നമുക്കിന്നും. ആ രീതിയിൽ അയാൾക്ക് ഇത്രയും മികച്ച പ്ലാനിങ് അതൊക്കെ ഒറ്റയ്ക്ക് നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അവൻ ഒറ്റയ്ക്ക് നടത്തും. അവൻ്റെ ആരോഗ്യസ്ഥിതി മാനസികാവസ്ഥ അതുപോലെയാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 അടിയൊക്കെ അധികം പൊക്കമുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്നെപ്പോലെ തന്നെ ശരീരപ്രകൃതിയുള്ള 3-4 പോലീസ് ഓഫീസർമാർ അവൻ അറസ്റ്റ് ചെയ്ത സമയത്ത് അവൻ്റെ മറ്റേ കൈ പിടിച്ച് ഞങ്ങളൊന്ന് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നടന്നിട്ടില്ല. ഞങ്ങൾ വേർത്തുപോയി. ആ കാലത്ത് 14 വർഷം മുമ്പ്. അതാണ് അവൻ്റെ ശരീരപ്രകൃതി. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റാണ്. ഈ നമ്മുടെ പെൺകുട്ടി 40-50 കിലോൻ്റെ അടുത്ത് വെയിറ്റുള്ള ഈ പെൺകുട്ടിനെ ഒറ്റ കൈ കൊണ്ടാണ് പൊക്കി അവൻ എടുത്തു കൊണ്ടുപോയി. അവൻ ആ കൊട്ടി വീണിട്ടുള്ള ട്രാക്കിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ട്രാക്കിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇട്ട് അവിടെ വെച്ചിട്ടാണ് കുട്ടി ബലാത്സംഗം ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രാപ്തിയുണ്ട്, അതിന് കഴിവുണ്ട്. മാനസികാവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ കുറ്റകൃത്യം ചെയ്തതിനെ കുറിച്ച് അവന് യാതൊരു കുറ്റബോധവുമില്ല. മാത്രമല്ല ആ കുറ്റകൃത്യം ചെയ്തതിനെ കുറിച്ച് അവൻ പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, ഞാൻ അവനെ ഇൻട്രോഗേഷൻ നടത്തിയത്, ചോദ്യം ചെയ്തതൊക്കെ ഞാനാണ്. എന്നെപ്പോൾ ഞാൻ മറ്റുള്ള നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇരുന്നിട്ട് അത് രേഖപ്പെടുത്തിയതൊക്കെ ഞാനാണ്. അവ എന്നോട് പറഞ്ഞ കാര്യം, ഞങ്ങളോട് പറഞ്ഞ കാര്യം, പാൽപ്പായസം കണ്ടിട്ട് ഒരു നിമിഷം ശ്രീ അഷ്റഫ്, സൗമ്യയുടെ അമ്മയുണ്ട്. ഓക്കെ സോറി. അപ്പോൾ അതാണ് മറ്റേ അവൻ്റെ സ്വഭാവം. മാത്രമല്ല അവൻ ട്വൈസ് എ വീക്ക് അവന് ഡോക്ടറോട് പറഞ്ഞത്, അവന് പൊട്ടൻസി പരിശോധന നടത്തിയ ഡോക്ടറോട് പറഞ്ഞത്, ഞങ്ങളോടും മറ്റു സമയത്ത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞതും, അവൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഭോഗിക്കണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. ബിരിയാണി കിട്ടാത്ത കാര്യത്തിന് ജയിലിലെ ക്യാമറകളൊക്കെ അടിച്ചു തകർത്തതിന് അവൻ്റെ പേരിൽ ഒരു PDPP ആക്ട് കേസെടുത്തിട്ട് ആ കേസിൽ അവനെ കൺവിഷൻ ആയതാണ്. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ അവൻ ഈ കുറ്റകൃത്യം ചെയ്യും. ഇത് ചെയ്യാൻ അവന് ചാടാൻ ആരുടെയും സഹായം വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാളുടെയും ഒരു വിധത്തിലുള്ള സഹായം വേണ്ട. മറ്റേ ഫിസിക്കലായിട്ടുള്ള യാതൊരു സഹായവും അവന് വേണ്ട. ഈ കുറ്റകൃത്യം അവന് പൊങ്ങാനും ചാടാനും കയറാനും അവൻ പ്രാപ്തനാണ്. അതാണ് അവൻ്റെ ശരീരപ്രകൃതി, അവൻ്റെ സ്വഭാവം. ഇവൻ്റെ ഗ്രാമത്തിൽ ഈ പറഞ്ഞ ഇവൻ്റെ ഗ്രാമമുണ്ട്, മറ്റേ ഗിരിതാചലം താലൂക്കിൽ അവൻ്റെ ഗ്രാമത്തിൽ, കടലൂർ ഡിസ്ട്രിക്റ്റിലുള്ള അവൻ്റെ ഗ്രാമത്തിൽ ഐവതക്കുടി എന്ന് പറയും. സർക്കാർ കൊടുത്തിട്ടുള്ള 51 വീടുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പറയുക മറ്റേ ലക്ഷം വീട് കോളനി എന്നാ. അപ്പോൾ ആ ലക്ഷം വീട് കോളനി എന്ന് പറയുന്ന ഐവതക്കുടിയിലുള്ള സ്ത്രീകൾക്കൊക്കെ ഇവനെ പേടിയാ. എല്ലാ സ്ത്രീകൾക്കും ഇവനെ പേടിയാ. നമുക്കിവിടെ അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ 10 വർഷം ഒരു കേസിൽ 397 IPC ആണ് ഇപ്പോൾ BNS. ആ 397 IPC പ്രകാരം 10 വർഷം അവനെ ശിക്ഷിച്ച മറ്റൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ ഒളിവിൽ പോയിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കേസിലേക്ക് അവനെ വീണ്ടും ഈ കേസ് കൺവിഷൻ ആയതിനു ശേഷം ആ കേസ് 10 വർഷം കൺവിഷൻ ആയിട്ടുണ്ട്.
അതാണ് അവൻ്റെ സ്വഭാവം. എന്ത് കുറ്റകൃത്യവും ചെയ്യും. കാരണം അവൻ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ജയിലിൽ ചാടിയിരിക്കുന്നത്. കാരണം മറ്റൊരു ബന്ധങ്ങൾ അവനില്ല. എനിക്ക് അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ താമസിക്കണമെന്നോ, അച്ഛൻ്റെ കൂടെ താമസിക്കണമെന്നോ, ഭാര്യ മക്കളായിട്ട് താമസിക്കണമെന്നോ, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് താമസിക്കണമെന്നോ, അങ്ങനെയുള്ള യാതൊരു ചിന്താഗതിയുള്ളവനോ അങ്ങനെയുള്ള സംഭവങ്ങളില്ലാവനോ അല്ല. അവൻ ഏകനാണ്. അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ കാലത്ത് 307 കേസിൽ ജയിലിലായിരുന്നു. അവരുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളില്ല, നാട്ടുകാരായിട്ടും ബന്ധങ്ങളില്ല, മറ്റ് അറിയപ്പെടുന്ന കൂട്ടുകാരൊന്നുമില്ല. അവൻ ആന്ധ്രയിൽ, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കേസുകളുണ്ട്. ഇത് റെയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള റോബറി, മോഷണം, സ്ത്രീകളെ ഉപദ്രവിച്ച കേസുകൾ മാത്രമാണ് അവനുള്ള കേസുകൾ. നമ്മൾ ഈ കേസുകളിൽ എല്ലാ കേസുകളിലും അവൻ്റെ പേര് വിവിധ പേരുകളാണ്. നമ്മൾ അവനെ പിടിക്കുന്ന സമയത്ത് തന്നെ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചാർലി എന്നാണ്. ചാർലി പൂക്കടത്തെരുവ്, കോയമ്പത്തൂർ. അത് നമ്മൾ അന്ന് രാത്രി തന്നെ അവനെ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വെരിഫൈ ചെയ്ത സമയത്താണ് അവൻ്റെ വീട് കാണിച്ചു തരാനോ അവൻ്റെ അഡ്രസ്സിലുള്ള സ്ഥലം കാണിച്ചു തരാനോ പറ്റാതിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ നമ്മളെ സഹായിച്ചത് ആ തമിഴ്നാട്ടിലൊരു വനിതാ പോലീസാണ്. ആ വനിതാ പോലീസ് പറഞ്ഞു, സാറേ എനിക്ക് ഇവനെ സംശയമുണ്ട്, ഇവൻ ഈ പറയുന്ന അഡ്രസ്സൊന്നും ഇവൻ്റെ അല്ല, എനിക്ക് ഇവനൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സേലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ മറ്റേ ചാർലി അല്ല ഗോവിന്ദച്ചാമി ആണെന്നും ഇത്ര കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും നമുക്ക് മനസ്സിലാകുന്നത് അന്വേഷണ ഭാഗമായിട്ട്. അങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ കേസുകളിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ഈ ഗോവിന്ദച്ചാമി. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ആള് ഈ കേസിൽ ഈ ആള് എല്ലാം ഒന്നാണെന്ന് നമ്മൾ പിന്നെ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യുന്നത്, കോടതിയിൽ പ്രൂവ് ചെയ്യുന്നത് അവൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ്. എല്ലാ കേസിലെയും ഫിംഗർ പ്രിന്റ് ഒന്നാണെന്ന് ചെന്നൈ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ശ്രീമതി മാലതി SI അവരുകളാണ് ഇത് ഇന്ന എല്ലാ കേസിലെയും ഫിംഗർ പ്രിന്റ് ഒന്നാണ്, ഇതെല്ലാം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ആളാണെന്നും പ്രൂവ് ചെയ്യുന്നതും അതാ എവിഡൻസ് കോടതിയിൽ കൊടുക്കുന്നതും രേഖകളൊക്കെ നമ്മൾ കോടതിയിൽ എടുത്തതിന് ശേഷം അവരെ സാക്ഷിയാക്കി അവർ ഇത് കോടതിയിൽ ബോധിപ്പിക്കുന്നതും അങ്ങനെയാണ് ഈ കേസുകളിലൊക്കെ കൺവിഷൻ ആയിട്ടുള്ള കേസുകളിലൊക്കെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്. കൺവിഷൻ ആവാത്ത കുറേ കേസുകൾ നമുക്കുണ്ട്. ആ കേസുകളൊന്നും രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം അതൊന്നും അവനല്ലാന്ന് നമുക്ക് അവനാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, വ്യത്യസ്ത പേരുകളിലാണ്. അതാണ് ഇതിന്റെ സ്വഭാവം. സുപ്രീം കോടതിയിൽ ഒരു കാര്യത്തിനല്ല. ശരി, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകളടക്കമുള്ളതിൽ കൃത്യമായി അയാളുടെ പേര് ഗോവിന്ദച്ചാമി എന്നു തന്നെയാണ് ഈ കേസിന്റെ എല്ലാ വഴികളിലും ഉള്ളത്. മറ്റു പേരുകൾ പ്രചരിപ്പിക്കാൻ ധൃതി കാട്ടിയവർക്ക് അതൊന്ന് പരിശോധിക്കാനാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറയാൻ നമുക്ക് അതിലേക്ക് പോവേണ്ടതില്ല എന്ന് തോന്നുന്നു. അത്ര പ്രാധാന്യം അതിന് കൽപ്പിക്കേണ്ടതുള്ളൂ എന്നും തോന്നുന്നു. സുമതി അമ്മ, ഇയാളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ അഷ്റഫ് കൂടി പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇയാൾ എത്രത്തോളം അപകടകാരിയാണ്, എത്രത്തോളം എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ് എന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഇയാളെ എന്തു ചെയ്യണം എന്നുള്ളത് നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഏത് സുരക്ഷാ സംവിധാനത്തെയും ഇയാൾക്ക് അതിജീവിക്കാൻ കഴിയും, അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനിയെങ്കിലും ഇവനെ ഇപ്പം സാറ് പറഞ്ഞ പോലെ, അസഫ് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയട്ടെ, സാറിലാണല്ലോ അവനെ പിടിച്ചത്. സാറ് പറഞ്ഞ പോലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല തണ്ടും തടിയുള്ള ആരോഗ്യമുള്ള നല്ല ആൾക്കാരായിരുന്നു. അവർക്ക് തന്നെ പിടിച്ച് ഒതുങ്ങാത്ത ഒരാളാണ് ഈ ഗോവിന്ദച്ചാമി എന്നിപ്പോൾ സാറ് പറഞ്ഞു. അപ്പം അതാ ഒരാളെ ഇതിൽ ജയിലിനുള്ളിൽ കൊണ്ടിട്ട് ഈ കണ്ണൂർ ജയിലിൽ കടന്ന് ഇവിടുന്നല്ല ഈ കേസും ബാധിച്ച് ഇത്ര ഇതായി അവിടെ കൊണ്ടിട്ട് അവിടെ ഒരു സുരക്ഷിതമില്ലാതെ ഇവൻ ഈ ജയിലിൽ ചാടി ഇത്രയും വലിയൊരു ജയിലെടുത്ത് മതിലെടുത്ത് ചാടണ ചെന്നെങ്കിൽ അവൻ ചില്ലറക്കാരനില്ല അല്ല എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് തീരുമാനമായില്ലേ? അപ്പം നമുക്കത് ശരിക്കും പരിപൂർണമായി എല്ലാവർക്കും അത് മനസ്സിലായി. ഇനി ഇവനെ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും ഇവൻ പുറലോകം കാണരുത്. ഇവൻ്റെ മരണം എങ്ങനെയെങ്കിലും സ്ഥിരീകരിക്കാൻ പറ്റുമോ? അതാണ് ഇവൻ പുറത്ത് ഇറങ്ങിയ അസർഫ് സാർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അത് തന്നെയാണ് സംഭവിക്കുക. അവന് സ്ത്രീ ഇങ്ങനെ കുറേ ഭക്ഷണം, അവൻ്റെ സുഖം മാത്രമേ അവൻ നോക്കണുള്ളൂ, അല്ലാതെ അവന് വേറൊന്നും വേണ്ട. ഇപ്പം അവൻ രാവിലെ ജയിലിൽ ചാടി പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ നെഞ്ചുരുകിയത് അവിടെയാണ്. കാരണം എത്ര അമ്മമാരിത് കേട്ടിട്ട് എന്താ രാത്രി സംഭവിക്കുക എന്നുള്ളൊരു ബേജാറ് അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സമാധാനം. ഞാൻ പറഞ്ഞില്ലേ ഇത് കേട്ട സമയത്തും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണൂരുള്ള ജനങ്ങൾ അവനെ പിടിക്കും, അല്ലെങ്കിൽ ഈ കോടാരക്കോടി ജനങ്ങളുടെ ഇടയിൽ അവൻ പോയി പെട്ടാലും അവനെ പിടിച്ചിരിക്കും. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി ആയപ്പോഴത്തേനും അവിടെ ഉദ്യോഗസ്ഥന്മാരെത്തി. അവരെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് അവരെന്നെ പിടിക്കും, അതെനിക്ക് നല്ല ഉറപ്പാണ്.
നമ്മുടെ പോലീസുകാർ ഒരുപാട് പേര് നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇന്നും നമ്മളെ ഈ സമൂഹത്തിൽ. ഈ ഗോവിന്ദൻ ചാമിനെ ഇപ്പോൾ ഇത് സംഭവിച്ച സമയത്ത് എത്ര മണിക്കൂർ കൊണ്ടാണ് അവർ സൗമ്യക്ക് ഇത് പറ്റിയ സമയത്ത് അവരെ പിടിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ഇതായപ്പോഴും ഇപ്പം ഇതിന് ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇത് ഗോവിന്ദൻ ചാമി പോണ് കണ്ടിട്ട് പറഞ്ഞ് പിടിക്കാൻ സഹായിച്ച ആ കുട്ടി അതിലുണ്ട് തോന്നുന്നുണ്ട്. അവനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയണം. എന്താ വെച്ചാൽ ഇത്ര ഇതായിട്ട് പോലും ആ മനസ്സിലാ ഒരു ചിന്ത, അവൻ്റെ ഒരു ചിന്ത വന്ന കാരണം കൊണ്ടല്ലേ ആ കുട്ടിക്കൊന്ന് വിളിക്കാനും ഒന്ന് മറ്റുള്ളവരെ കൂട്ടി പ്രതികരിക്കാനും പറ്റിയത്. അത് തന്നെയാണ് ഏറ്റവും. അതുപോലെ എല്ലാവരും ഈ ഗോവിന്ദൻ ചാമിനെ ഇതാക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കും. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഇനിയെങ്കിലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ കണ്ണൂർ ജയിലിൽ തടവിലാണ് അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെ പുറലോകം കാണാത്ത രീതിയിൽ ഇനിയെങ്കിലും ആക്കണം. കാരണം ഒരുപാട് അമ്മമാരുടെ ഉറക്കം കളഞ്ഞിട്ട് എന്താണ്, അവരെ മനസ്സമാധാനം കളഞ്ഞിട്ട് എന്താണ്, അവൻ്റെ മനസ്സിൽ ഒരേ ഒരു വിചാരമേ ഉള്ളൂ, ഈ മോശപ്പെട്ട ഒരു വിചാരം മാത്രമല്ലാതെ അവന് വേറെ ഒരു വിചാരവും ഇല്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു ജന്മമാണ് അവൻ. ഞാൻ 1-2 പ്രാവശ്യം അവനെ കണ്ടിട്ടുള്ളൂ. അത് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവനെ. അന്ന് തന്നെ അതിനെ ഇല്ലാതെയാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുക. എന്നാൽ ഇത്രയും നെഞ്ചുരുകണ്ട മനുഷ്യർ കിടന്നിട്ട് എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇത് അവിടെ ഈ പറഞ്ഞ വീട്ടിൽ ഇവൻ ഇത്രയും ദിവസം മാസങ്ങൾ ഈ ഭക്ഷണം കുറച്ച് ജയിലിൽ ചാടാനുള്ള തീരുമാനത്തിലല്ലേ നിൽക്കേണ്ടത്. ഇതൊന്നും അവിടെയുള്ള ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാരിതൊന്നും അറിഞ്ഞില്ലേ. ഇവൻ ഈ ചെയ്യണതൊന്നും അറിയണില്ല. ഇത്രയും ഇത് ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇതൊന്നും അറിയണില്ലേ. പറഞ്ഞോട്ട് CCTV കാര്യങ്ങളും എല്ലാം ഉള്ളതാ. ഇതെന്തായാലും എങ്ങനെ ഇവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അത് കണ്ടെത്തിയേ പറ്റൂ. ആരെ കയ്യിലാണ് ഈ വീഴ്ച വന്നതെന്നുള്ളത് അത് കണ്ടെത്തിയേ പറ്റൂ. നടപടികൾ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ഞാൻ അമ്മയിലേക്ക് തിരികെ വരികയും ചെയ്യാം. ശ്രീ രാജു പി നായർ, ശരി ഞാൻ വരാം. ശ്രീ രാജു പി നായർ, ഇപ്പോ കാട്ടുമൃഗങ്ങൾ മനുഷ്യന്റെ ജീവന് ഭീഷണിയാണെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമുക്ക് നിലപാടുകളുണ്ട്. ഇത് നരഭോജികളുടെ സ്വഭാവമാണ്. ഇനിയും പുറത്തു വരുമ്പോഴെല്ലാം കാണിക്കുന്നത് അത്രയും ക്രൂരമായ, അത്രയും യാതൊരു തരത്തിലും നിയമത്തിനോട് ബഹുമാനമോ പേടിയോ ഇല്ലാത്ത സ്വഭാവമാണ്. ഇയാളെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത് പരിഹാരമാകുന്നില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ലെന്ന് നമ്മുടെ സംവിധാനങ്ങളും തെളിയിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് നമുക്ക് വലിയ തോതിൽ ചിന്ത ആവശ്യമുള്ളൊരു കാര്യമാണ്. തിരുത്ത് എന്നൊന്ന് ഉണ്ടാകുമെന്ന് നമ്മുടെ നിയമം ഇപ്പോഴും വിശ്വസിക്കുകയാണ്. നമുക്ക് നെന്മാറ കൂട്ടക്കൊലപാതകം ഓർമ്മയുണ്ട്. പുറത്ത് ജാമ്യത്തിൽ വന്നപ്പോഴാണ് വീണ്ടും മനുഷ്യരുടെ ജീവൻ എടുത്തു പോകുന്നത്. ഇവരൊക്കെ തിരുത്തപ്പെടുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ എന്തോ വലിയ പാകപ്പിഴയാണെന്ന് തോന്നുന്നു. മധു, അതിലേക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നമുക്ക് നിയമ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് മറ്റെന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ വൈകാരികമായി കാണുന്നതിന് തുല്യമാണ്. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച നെന്മാറയാണെങ്കിലും പറവൂരാണെങ്കിലും അതുപോലെ തന്നെ ഗോവിന്ദച്ചാമി ആണെങ്കിലും എല്ലാം ആണെങ്കിലും അവിടെ പ്രശ്നം ഇവരല്ല, മറിച്ച് അവരെ കൈകാര്യം ചെയ്ത സംവിധാനത്തിന്റെ പഴമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഈ നെന്മാറയിലും പറവൂരും ഉൾപ്പെടെ ഈ ആളുകൾ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് ആക്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആ 2 സംഭവങ്ങളും ഉണ്ടായത്, അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഗോവിന്ദച്ചാമി, അങ്ങിപ്പോ കഴിഞ്ഞ സെഗ്മെന്റിൽ പറഞ്ഞു ഗോവിന്ദച്ചാമി ഇതിനെല്ലാം ഭേദിക്കാൻ കഴിയുന്ന വലിയ അമാനുഷിക ശക്തിയുള്ള ആൾ അല്ല. പ്രശ്നം നമ്മുടെ സംവിധാനത്തിന്റെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദച്ചാമിക്ക് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്ന ശ്രീ അഷ്റഫ് പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, തൽക്കാലത്തേക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ നമ്മുടെ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. നമ്മളിപ്പോ കേൾക്കുന്ന വാർത്ത എന്താ, 1.5 മാസമായിട്ട് ഇതിനുള്ള ആസൂത്രണം നടക്കുകയായിരുന്നു. ഉപ്പിട്ട് ഈ സെല്ലിന്റെ കമ്പികൾ തുരുമ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജയിലിനകത്ത് ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ജയിലുകൾ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത്. 1.5 മാസമായിട്ട് ഈ ജയിലിന്റെ കമ്പികൾ തുരുമ്പിക്കുന്നതിന് വേണ്ടി, ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾക്ക് സാധിക്കുന്നെങ്കിൽ 1.5 മാസമായിട്ട് നമ്മുടെ ജയിൽ അധികൃതർ അതിനകത്ത് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല എന്നാണ്. അല്ല, ഇത് തുരുമ്പിച്ചു എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇത് തകർക്കാൻ കഴിയുന്നതിന് ആവശ്യമായ ആയുധങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ തുണികൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. അതെ, ഞാനത് ഓരോ പോയിന്റായിട്ട് വരികയായിരുന്നു. അവിടെ 3 ഉദ്യോഗസ്ഥർ ഉള്ളത്, ആ ജയിലുമായിട്ട് ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയി എന്നാ പറയുന്നത്. 3 പേരും ഉറങ്ങി. CCTV നോക്കേണ്ട ആള് ഉറങ്ങി.
അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കുറ്റവാളികളെക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് ഇന്ന് നമ്മുടെ സംവിധാനത്തെ സിസ്റ്റം പിഴച്ചു പോയി എന്നുള്ളതല്ലേ ഇതിന്റെ മുഴുവൻ വസ്തുത? അതല്ലാതെ ആ കുറ്റവാളികൾ സ്വാഭാവികമായിട്ടും അവർ ജയിലിനകത്ത് കിടക്കുന്നതും അവർ ഈ സമൂഹത്തിനും മനുഷ്യരാശിക്ക് തന്നെ ഭീഷണി ആയതുകൊണ്ടാണല്ലോ അവരെ സെല്ലിനകത്തിട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ പാർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ കൊടും കുറ്റവാളികൾ അകത്ത് കിടക്കുമ്പോൾ അവർ പുറത്തുള്ള മനുഷ്യർക്ക് ജീവന് സുരക്ഷ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഭീഷണിയാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സിസ്റ്റം പിഴച്ചു എന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ ഭയക്കേണ്ടത് ഈ സിസ്റ്റത്തെയാണ്. ഇന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തെയാണ് പ്രശ്നം. അതല്ലാതെ ഗോവിന്ദചാമിക്ക് ഏതോ അമാനുഷിക ശക്തിയുണ്ട് അതുകൊണ്ട് അവിടുന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ പണിയൊക്കെ നിർത്തി പോകാൻ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഒരു ജയിലിനകത്ത് അവന് ആവശ്യമായിട്ടുള്ള തുണി കിട്ടുന്നു. ഞാനത് ചോദിച്ചത്, അയാൾക്ക് ഇന്ന് ചാടുമ്പോൾ അയാൾക്ക് ധരിക്കാനുള്ള പാന്റും ഷർട്ടും എവിടെ നിന്ന് കിട്ടി? അയാളുടെ കയ്യിലിരിക്കുന്ന ഭാണ്ഡമുണ്ട്, ആ ഭാണ്ഡത്തിനകത്ത് തുണി എവിടെ നിന്ന് കിട്ടി? ചോദിക്കണ്ടേ? അപ്പൊ ഇത്രമാത്രം സൗകര്യം ആ ജയിലിനകത്ത് കിട്ടിയെങ്കിൽ അത് ജയിലിനകത്തുള്ള ആൾക്കാരുടെ സഹായമില്ലാതെ എന്ന് പറയാൻ സാധിക്കുമോ? ബ്ലേഡ് ഗോവിന്ദചാമിക്ക് എങ്ങനെ കിട്ടി? ഏറ്റവും കൊടും കുറ്റവാളികളുള്ള സെല്ലിനകത്ത് ആ കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് തുണി എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് ധരിക്കാനുള്ള വസ്ത്രം എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് ഉപ്പ് എവിടെ നിന്ന് കിട്ടി? ഇതെല്ലാം ചോദിക്കണ്ടേ? അപ്പൊ നമ്മുടെ സിസ്റ്റം പരിപൂർണ്ണ പരാജയമായതുകൊണ്ട് ആ ജയിലിനകത്ത് ഒരു കൊടും കുറ്റവാളിക്ക് ഈ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പുറത്തു ചാടാൻ കഴിഞ്ഞു. പിന്നെ പിടിച്ചതിനൊന്നും ആരും വലിയ പിണറായിയുടെ ആകുന്നുടണ്ട. അവിടുത്തെ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെയുള്ള സാധാരണ മനുഷ്യർ ഉൾപ്പെടെ അവിടെ നിന്നുണ്ട്. അവിടെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ എല്ലാവരും തെരഞ്ഞിറങ്ങി. ഇയാളെ കണ്ടതിന് ശേഷം പോലീസിനെ അറിയിച്ചപ്പോഴാണ് പോലീസ് വരുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റം ഇന്ന് ആർക്കും എന്തും ചെയ്തിട്ട് പോകാൻ കഴിയുന്ന അരാജകത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് പ്രശ്നം. ആ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചോളം അതിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ആ ജയിൽ അഡ്മിനിസ്ട്രേഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉള്ള നേതൃത്വം നേരത്തെ സൂചിപ്പിച്ച പോലെ ആ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടി വരും. ഇതാണ് ആരോപണം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഞാൻ അങ്ങിലേക്ക് വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതിൽ ഏറ്റവും ദയനീയമായ കാര്യം എന്ന് പറയുന്നത് അതിപ്പോൾ സംഭവിക്കുന്നത് മാത്രമല്ല, ഈ കേസിൽ അങ്ങ് ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ, ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്നത് കൂടിയാണ്. അങ്ങും ഞാനും നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ കോടതിയും ഹൈക്കോടതിയും എല്ലാം ശരിവെച്ചൊരു കേസിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നതിനൊരു തെളിവില്ലാതെ പോവുകയാണ്. പക്ഷേ ബലാത്സംഗം തെളിയിക്കപ്പെടുന്നുണ്ട്. അതായത് ഏറ്റവും അവസാനം ബലപ്രയോഗം നടത്തുന്നത് ഈ മനുഷ്യനാണെന്ന ബോധ്യമുണ്ടായിട്ടും ആ ബലപ്രയോഗത്തിലാണ് ഈ പെൺകുട്ടി മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നത് എന്നത് ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ കൊലപാതകി ഇയാളാണ് എന്ന് നമ്മുടെ നിയമത്തിന് വിധിയെഴുതാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾക്ക് അങ്ങനെ ബലം പ്രയോഗിച്ചാൽ ഈ പെൺകുട്ടി മരിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നാളെ ആരുടെയെങ്കിലും കൈ പിടിച്ചിട്ട് ഞരമ്പ് മുറിച്ചാൽ ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന ഒരാൾ മരിച്ചു പോകില്ല എന്ന് ഇയാൾക്ക് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കൊലപാതകി അല്ലാതായി പോകുമോ? ഇല്ല. ഇത് സാധാരണ മനുഷ്യർക്ക് ദഹിക്കുന്നതല്ല, പക്ഷെ നിയമത്തിന് എളുപ്പം ദഹിക്കുന്നതുമാണ്. ഇവിടെ പരമോന്നത നീതിപീഠമാണല്ലോ അത്തരത്തിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. 2011 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രിയപ്പെട്ട സൗമ്യ മരണപ്പെട്ടത്. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു. ട്രയൽ കോടതി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വിചാരണ പൂർത്തീകരിച്ച് 2011 നവംബർ 11 തന്നെ, അതായത് ഈ സംഭവം നടന്ന ഏകദേശം ഒരു 8-9 മാസത്തിനുള്ളിൽ തന്നെ വധശിക്ഷ വിധിച്ചു. ഏത് വധശിക്ഷ ട്രയൽ കോടതി വിധിച്ചാലും അത് ഡെത്ത് റഫറൻസിന്റെ ഭാഗമായി ഹൈക്കോടതിയിലേക്ക് സുവമോട്ടോ ആയിട്ട് വരും. ഹൈക്കോടതി ഡെത്ത് റഫറൻസും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ഈ വധശിക്ഷ ശരിവെച്ചതാണ്. പിന്നീട് സുപ്രീം കോടതിയാണ് ഇത് വിശദമായി വാദം കേട്ട് മരണം 5 ദിവസം കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് മരണകാരണം എന്ന ഒരു സാഹചര്യം വച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിധിന്യായത്തിൽ മാറ്റം വരുത്തിയത്. വധശിക്ഷ എന്നുള്ളത് മാറ്റി ജീവപര്യന്തം തടവ്, അത് ജീവിതകാലം മുഴുവൻ തടവ് ജയിലിൽ കിടക്കണം എന്ന ഡൽഹിയിലെ സംഭവത്തിൽ നിർഭയ ആ സമയത്തല്ല മരിക്കുന്നത്. ക്രൂരമായ പീഡനത്തിനിരയായി സഹിക്കാൻ കഴിയാത്ത വേദന തിന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മരിക്കുന്നത്. അങ്ങനെ എത്രയെത്ര കേസുകൾ നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ മാത്രം ഉണ്ടാകുന്നത് മരണം ഇയാൾ കാരണമാണ് എന്ന് നമ്മുടെ നിയമം തിരിച്ചറിയാതെ പോവുകയാണ്. ഇതിൽ സർക്കംസ്റ്റാൻസസ് എവിഡൻസ് ആണ് ഈ കേസിലുള്ളത്. ഐ വിറ്റ്നസ് ഇല്ല.
അപ്പോൾ ആ സർക്കംസ്റ്റാൻസസ് എവിഡൻസ് വെച്ച് ഇത് തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, കൊലപാതകത്തിന് കാരണം എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പരമാവധി തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. അതാണ് 2 കോടതി കൺകറന്റ് ആയിട്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുത്തതും ഈ വിധിയിലേക്ക് വന്നതും. പിന്നീട് സുപ്രീം കോടതി മാറ്റി പറഞ്ഞു. അതിനുശേഷവും ഗവൺമെന്റ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. സുപ്രീം കോടതി ഈ വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് സമാനമായിട്ടുള്ള അങ്ങ് സൂചിപ്പിച്ച കേസുകൾ ഉൾപ്പെടെ വീണ്ടും റഫർ ചെയ്തുകൊണ്ടുള്ള റിവ്യൂ പെറ്റീഷൻ കൊടുത്തതാണ്. പക്ഷെ ആ റിവ്യൂ പെറ്റീഷൻ എന്റർടൈൻ ചെയ്യാൻ അതേ ജഡ്ജിമാർ, വിധി പറഞ്ഞ ജഡ്ജിമാർ തയ്യാറായില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും, ആ തൂക്കുമരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും പ്രോസിക്യൂഷൻ ചെയ്തതാണ്. ഏതായാലും സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞ് അതിന്റെ റിവ്യൂ പെറ്റീഷനും തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് മറ്റു മാർഗങ്ങളില്ല. അത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവർ ഒരിക്കലും പുറത്തു വരാതെ എൻറ്റയർ ലൈഫ്, ഇംപ്രിസൺമെന്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ലൈഫ് ജയിലിൽ കിടക്കുന്നത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യം നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഒരു കുറ്റവാളികളും ഇത്തരത്തിൽ ജയിൽ മോചിതരായി പോകാതെ അത്തരത്തിൽ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഭാവിയിൽ ഉണ്ടാകാത്ത തരത്തിൽ അതിശക്തമായിട്ടുള്ള നടപടി ജയിൽ അതോറിറ്റിയും പോലീസ് സംവിധാനവും കാര്യക്ഷമമായി ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തും. അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇന്ന് പെട്ടെന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടായത്. ഒരു തരത്തിലും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ രക്ഷപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്. മേലെങ്കിലും കൃത്യമായ ജാഗ്രത സംവിധാനങ്ങൾക്ക് വേണ്ടതുണ്ട്. സിസ്റ്റം തകർന്നു പോയതാണ് അല്ലെങ്കിൽ പരാജയമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാം മുന്നിൽ നമ്മുടെയൊക്കെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷിതത്തിന് ജീവന് വില പറയാൻ വേണ്ടി ഒരു ക്രിമിനലും ഒരു കൊലപാതകയും നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തു വരരുത് എന്നത് നിർബന്ധ ബുദ്ധിയോടെ നടപ്പിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഒന്ന്, പെൺകുഞ്ഞുങ്ങളോട് ക്രൂരത ചെയ്യുന്ന ഇത്തരം നരാധമന്മാരോട് നിയമം എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട സമയം കൂടിയാണ് ഇത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.